ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നമുക്കിന്നൊരു ഓലൻ വെക്കാം കേട്ടോ. പച്ച മത്തനും പച്ചപ്പയറൊക്കെ ഇട്ടിട്ടൊരു ഓലൻ. ഇതെനിക്ക് ഇളയിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അവളുടെ വീട്ടിലിങ്ങനെ കൃഷിയൊക്കെ ചെയ്യും, പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അവളച്ഛൻ. അപ്പോൾ ആദ്യത്തെ വിളവെടുപ്പാണ് എന്ന് പറഞ്ഞിട്ട് കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഓലൻ വെക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് കനലില്ലാതെ അരിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. പിന്നെ ഏതിനും ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ അരിയാൻ. അപ്പോൾ കേടുള്ള ഭാഗമൊന്നും ഇങ്ങനെ വെറുതെ ഒന്ന് ചെത്തി കൊടുത്താൽ മതി കേട്ടോ. പച്ചമത്തൻ്റെ തോലൊന്നും ചെത്തണമെന്നില്ല. അപ്പം നമ്മൾ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണ്. ചതുരത്തിൽ അരിയണമെന്നാണ് കണക്ക് കേട്ടോ. പക്ഷെ ഞാനങ്ങനെയൊന്നല്ല, എനിക്കിഷ്ടമുള്ള പോലെ അരിയണുണ്ട്. അപ്പം നിങ്ങളൊക്കെ അരിയുമ്പോൾ ഒരു ചന്തത്തിലും മെനക്കൊക്കെ അരിഞ്ഞോളൂ. അപ്പോൾ ഞാനിതാ ഈ മത്തങ്ങ ഇങ്ങനെ അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് പയർ ഇതാ നമ്മൾ ഉപ്പേരിക്ക് വെട്ടില്ലേ, അതേപോലെ തന്നെ കേട്ടോ. കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളായിട്ട്, അവിയലിന് അത്ര വലിപ്പം വേണ്ട, അതിനേക്കാളും കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പച്ച പയറും നമ്മൾ വെട്ടിയിട്ടോ. പയറും അങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊരു കളറ് പയർ അത് ഇടണമെന്നില്ല, പക്ഷെ നമ്മൾ കളയുന്ന മാറ്റി വയ്ക്കണമൊന്നുമില്ല കേട്ടോ. അതും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ മുറിച്ചെടുത്തു. അപ്പോൾ ഇനി അതൊന്ന് കഴുകിയെടുക്കുകയാണ്. നാടൻ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അധികം വിഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് മറ്റേ ഓലിനേക്കാളും ഇഷ്ടം ഇങ്ങനെ പച്ചപ്പയറിട്ട് വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പം ഇന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുള്ള വിചാരത്തിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. വീഡിയോസൊക്കെ കുറവാണ്, നമുക്ക് കണ്ടൻ്റൊന്നുമില്ല ഗൈസ്. എന്തേലൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ഇടാന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ചട്ടിക്ക് ഇങ്ങനെ എടുത്ത് മാറ്റിയിടുന്നുണ്ട്. നേരെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇടുകയാണ് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഇടുന്നത് പച്ചമുളകാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ പച്ചമുളക് ഞാൻ ഇവിടെ ചെടിയിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് മൂപ്പെത്താത്തത് കൊണ്ട് തന്നെ അധികം എരിവുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എൻ്റെ തോന്നൽ ശരിയായിരുന്നു. അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല കറിക്ക് കേട്ടോ. അപ്പോൾ നമ്മളൊരു 4-5 പച്ചമുളക് അതിലേക്ക് ചീന്തിയിടുന്നുണ്ട്. എരിവുള്ള പച്ചമുളകാണെന്ന് വെച്ചാൽ ഒരു 3 ഇട്ടാൽ മതിയാവും കേട്ടോ. നല്ല എരിവുള്ള നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പച്ചമുളകിനൊക്കെ നല്ല എരിവാവും. ഇത് ഞാൻ ഇവിടുന്ന് തൊടിയിൽ നിന്ന് തന്നെ ഒരു ചെടിയിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ മുളക്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മുളക് ഇട്ടിട്ട് ഉണ്ടായ മുളക് ചെടി തന്നെയാണ് കേട്ടോ. ആ മുളകാണ്, നല്ല മുളകാണ്, നല്ല ഇതുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ 4-5 മുളകും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഉപ്പൊന്നും ഇടാൻ പാടില്ല. മത്തനയ്ക്ക് പെട്ടെന്ന് ഉപ്പൊക്കെ ആവും, പെട്ടെന്ന് വേവും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. 5 മിനിറ്റ് തന്നെ വേണ്ടി വരുള്ളൂ കേട്ടോ. നല്ല മത്തനാണ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെന്തം കിട്ടും. അങ്ങനെ ഒരു 5 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ മത്തനൊക്കെ അത്യാവശ്യം മത്തനും പയറൊക്കെ അത്യാവശ്യം നേരെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട്, ഉപ്പില്ലെങ്കിൽ ഇപ്പിട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചൊരു ഉപ്പ് കമ്മിയായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഉപ്പെടുത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ. നേരത്തെയും കുറച്ച് തന്നെ ഇട്ടത് കാരണം കുറച്ച് കമ്മി പോലെയൊക്കെ തോന്നിയപ്പോൾ ഒരു ശകലം കൂടി ഉപ്പെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമുറി തേങ്ങ ചിരകിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പാലെടുക്കണം കേട്ടോ. പാലാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക, തേങ്ങാപ്പാൽ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഒരു ഗ്ലാസ് 1-ാം പാല് 2-ാം പാല് എന്ന് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒക്കെപ്പാടെ ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അത് മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ മുന്നേ 1-2 കാര്യങ്ങളും കൂടി ചേർക്കണം. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മത്തൻ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് ഇതിലേക്ക് ഇങ്ങനെ തേങ്ങാപ്പാലിക്കൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ല കുറുകിയിട്ട്, ഇത് നമ്മളിപ്പോൾ ഒഴിച്ച് കറിയല്ലല്ലോ, സൈഡ് ഡിഷായിട്ടല്ല വരുന്നത്. അപ്പോൾ ഒന്നും കൂടി നമ്മളൊന്ന് മത്തേനെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തീ ഓഫാക്കി കേട്ടോ. തീ ഇപ്പോൾ ഓഫാക്കിയാലും ഇതിൻ്റെ ചൂടിലിങ്ങനെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഞാൻ അതിലേക്ക്
ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഈ സൈഡ് ഡിഷായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പമാണ്, നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ ഓലൻ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.